ഉള്ളു തുറന്നിട്ടിട്ടും ഉള്ളറിയാത്തവരുണ്ട്. ഉള്ളത് പറഞ്ഞിട്ടും ഉള്ളു കാണാത്തവരുണ്ട്. ഉള്ളുരുകിയിട്ടും ഉൾക്കൊള്ളാത്തവരുണ്ട്. പതിയെ പതിയെ മൗനമാകുക, അതിനുമപ്പുറം മറന്നു കളയുക. നിശബ്ദതയ്ക്ക് വാക്കുകളെ മറികടക്കാനുള്ള ശക്തിയുണ്ട്. ചിന്തകളും സങ്കല്പങ്ങളും നമ്മളിൽ നിന്നും ഒരിക്കലും വേഗത്തിൽ മാഞ്ഞു പോകില്ല. കാരണം ഓരോ ദിവസവും നമ്മുടെ മനസ്സിൽ നമ്മൾ അതിനെ പരിപോഷിപ്പിച്ചു കൊണ്ടിരിക്കും. പുരുഷൻ ആദ്യമായി പരിചയപ്പെടുന്ന സ്ത്രീയുടെ കണ്ണുകൾ ശ്രദ്ധിക്കുന്നു. എന്നാൽ സ്ത്രീ പുരുഷന്റെ മനസ്സ് ശ്രദ്ധിക്കുന്നു. തെറ്റുപറ്റുകയും അതിന് ക്ഷമ ചോദിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ അത് തിരുത്താമെന്ന പ്രധാന ഘടകം നമ്മളിൽ പലരും ചിന്തിക്കാതെ പോകുന്നു. ബന്ധത്തിനായി ഒരിക്കലും യാചിക്കരുത്. നിങ്ങളോടൊപ്പം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവനെ സ്വീകരിക്കാനും നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് നടിക്കുന്നവനെ നിരസിക്കാനും ധൈര്യപ്പെടുക. ആർക്കും ആരെയും സ്നേഹിച്ച് മതിയാവില്ല. സ്നേഹം ആരെയും തൃപ്തിപ്പെടുത്താനും ആവില്ല. സ്നേഹം ഒരു അനുഭവമാണ്. അകലും തോറും ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് മനസ്സിലാക്കി തരുന്ന അനുഭവം. തുറന്നു പറയേണ്ട കാര്യങ്ങൾ തുറന്നു തന്നെ പറയുക. ഒന്നെങ്കിൽ അതൊരു പുതിയ തുടക്കമായേക്കാം, അല്ലെങ്കിൽ അവസാനവും. ചില ബന്ധങ്ങൾ അതിരുകടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും. പക്ഷേ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത്. കാരണം നമ്മൾ തന്നെയാണ് അതിനുള്ള അവസരം നൽകിയത്. നമ്മെ രക്ഷിക്കാൻ നമുക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. നമ്മൾ നടക്കേണ്ട വഴികൾ നമ്മൾ തന്നെയാണ് നടന്നു നീങ്ങേണ്ടത്. നിങ്ങളുടെ ആദ്യ വിജയത്തിന് ശേഷം വിശ്രമിക്കരുത്. കാരണം നിങ്ങൾ പരാജയപ്പെട്ടാൽ നിങ്ങളുടെ ആദ്യ വിജയം വെറും ഭാഗ്യം മാത്രമാണെന്ന് പറയാനാണ് കൂടുതൽ പേരും കാത്തിരിക്കുന്നത്. വിഡ്ഢിയായ മനുഷ്യൻ സ്വന്തം ചിന്താശൂന്യതയ്ക്ക് കാരണമായി നിർഭാഗ്യത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ബുദ്ധിമാൻ അവസരങ്ങളെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഭയം നിങ്ങളുടെ നല്ല ഭാവിയെ തിരിച്ചറിയാനുള്ള കഴിവിനെ മുരടിപ്പിച്ചു കളയും. നിങ്ങൾ ഭയത്തെ മറികടക്കുക. ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ ചെയ്യാനുള്ള മാനസികാവസ്ഥ കൈവരിക്കേണ്ടത് ഏറ്റവും പ്രധാനമാണ്. സ്നേഹിക്കാൻ നല്ലത് മിണ്ടാപ്രാണികളാണ്. അദ്ദേഹം മുറിവേൽപ്പിച്ചാലും വാക്കുകൾ കൊണ്ട് പ്രവൃത്തികൾ കൊണ്ടോ ഹൃദയം മുറിവേൽപ്പിക്കില്ല. ചിലർ നമ്മളോട് സ്നേഹം കാണിക്കുന്നത് അവരുടെ ചില ആഗ്രഹങ്ങൾ സാധിക്കാനായിരിക്കും. അത് കഴിയുമ്പോൾ അവർക്ക് നമ്മൾ ആരുമല്ലാതാകും. ബന്ധങ്ങളിൽ പിരിയുക എന്നത് വളരെയേറെ വേദനയുണ്ടാക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് ഒരു പരിഗണനയും നൽകാതെ, ഒരു വിലയും നൽകാതെ ജീവിക്കുന്നവരുമായുള്ള ബന്ധം വേർപെടുത്തുക എന്നത് നിങ്ങളുടെ വിജയത്തിന് അതൊരിക്കലും നഷ്ടമാവില്ല. ഒരു സ്ത്രീ അവളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറയുമ്പോൾ അതിനർത്ഥം അവൾ നിങ്ങളെ അത്രയേറെ വിശ്വസിക്കുന്നു എന്നാണ്. വാക്കുകൾ കൊണ്ട് ഒരാളെ തകർത്തെറിയുമ്പോൾ ഓർക്കുക, ജീവിതം ഒരു ഫുട്ബോൾ കളിയാണ്. പന്ത് എല്ലാവരുടെയും കാൽച്ചുവട്ടിൽ എത്തുക തന്നെ ചെയ്യും. നമ്മുടെ മനസ്സിൽ നമ്മുടേതായ ശരികളുണ്ടാകും. അത് മറ്റുള്ളവർക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ അവർക്കുണ്ടാവണം. മനസ്സ് പെട്ടെന്ന് ആരെയും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷേ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവരെക്കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല. ജീവിതത്തിൽ നിങ്ങൾ ആരെയാണ് കണ്ടുമുട്ടുന്നത് എന്ന് കാലം തീരുമാനിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആരെ വേണമെന്ന് നിങ്ങളുടെ ഹൃദയത്തിന് തീരുമാനിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആരാണ് തുടരേണ്ടതെന്ന് നിങ്ങളുടെ പെരുമാറ്റം തീരുമാനിക്കുന്നു. ഒരാൾ ആരുമായി ചങ്ങാത്തം കൂടുന്നുവോ അതനുസരിച്ച് അയാളുടെ നിലനിൽപ്പും സ്വഭാവത്തിലും മൂല്യത്തിലും വ്യത്യാസമുണ്ടാകുന്നു.
വിധി അകറ്റിയ പ്രണയവും കാലം മായ്ക്കാത്ത ഓർമ്മകളും എന്നും ഒരുപോലെയാണ്. അത് നമ്മെ ഓർമ്മകളാൽ വീണ്ടും വീണ്ടും കുത്തിനോവിച്ചു കൊണ്ടേയിരിക്കും. അടുത്തുള്ളവയെ അവഗണിച്ചുകൊണ്ട് അകലങ്ങളിലുള്ള സുഖവും സന്തോഷവും തേടിപ്പോകുന്നത് തികച്ചും വിഡ്ഢിത്തമാണ്. അവനവനിൽ നിന്നും ഒന്നും പഠിക്കാത്തവൻ അന്യരിൽ നിന്നും ഒന്നും നേടാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. മറന്നു പോകുന്ന മനസ്സും നിലച്ചുപോകാവുന്ന ഹൃദയവുമാണ് നമ്മുടേത്. ഇതിനിടയിൽ കിട്ടുന്ന കുറച്ചു സമയം സ്നേഹിക്കാനും സന്തോഷിക്കാനും കഴിഞ്ഞാൽ അതാണ് സ്വർഗതുല്യമായ ജീവിതം. തീജ്വാലയിൽ പ്രാണികൾ എരിഞ്ഞടങ്ങുന്നു. അത്യാഗ്രഹി അവന്റെ ധിക്കാരത്തിൽ കൊല്ലപ്പെടുന്നു. ചിന്തകളും സങ്കല്പങ്ങളും നമ്മളിൽ നിന്നും ഒരിക്കലും വേഗത്തിൽ മാഞ്ഞു പോകില്ല. കാരണം ഓരോ ദിവസവും നമ്മുടെ മനസ്സിൽ നമ്മൾ അതിനെ പരിപോഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്ക് തെറ്റുകൾ പറ്റുകയും അതിനെ ക്ഷമ ചോദിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ അത് തിരുത്താമെന്ന സുപ്രധാന ഘടകം നമ്മളിൽ പലരും ചിന്തിക്കാതെ പോകുന്നു. വെറുക്കുന്ന ചിന്താഗതിയിൽ നിന്നും മുക്തരായവർ ആരൊക്കെയാണ്? അവർ തീർച്ചയായും സമാധാനത്തെ കണ്ടെത്തും. നമ്മൾ മറ്റൊരാളുടെ പ്രേരണയാൽ നമുക്ക് യോജിക്കാൻ കഴിയാത്ത ഒരു കാര്യവും ചെയ്യരുത്. ഞാനത് ചെയ്യില്ല എന്ന് പറയാൻ മനസ്സിനെ ബലപ്പെടുത്തണം. ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ നിന്ന് പഠിക്കുക. അതിൽ നിന്നും ഉൾക്കൊള്ളാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക. മറ്റുള്ളവർ നിങ്ങളോട് പറയുന്നതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ വിശ്വസിക്കുന്നവരെ സൂക്ഷിക്കുക. ഉപ്പും പഞ്ചസാരയും നിറത്തിൽ ഒരുപോലെയാണ്, എന്നാൽ ഗുണമോ തീർത്തും വിപരീതവും. ഇതുപോലെയാണ് മനുഷ്യരും. ഒരു പെൺകുട്ടി ഒരു പുരുഷനെപ്പോഴും ഓർക്കുന്നത് അവളുടെ സ്നേഹം ഏറ്റവും സത്യമായതുകൊണ്ടാണ്. തെറ്റുകൾ വന്നു പോകുന്നതിൽ കുറ്റകരമായി ഒന്നുമില്ല. എന്നാൽ അത് ശരിക്കും തെറ്റായി കുറ്റകരമായും മാറുന്നത് ചെയ്ത തെറ്റ് വീണ്ടും ആവർത്തിക്കുമ്പോഴാണ്. ഭാവിയെ ഒരുപക്ഷെ നിങ്ങൾക്ക് തിരുത്തി എഴുതാനായി എന്ന് വരില്ല, എന്നാൽ നിങ്ങളുടെ ശീലങ്ങളെ തിരുത്താം. ആരും നിങ്ങളുടെ കണ്ണീരിനെ കാണില്ല. ആരും നിങ്ങളുടെ സങ്കടത്തെ ശ്രദ്ധിക്കില്ല. ആരും നിങ്ങളുടെ വേദനയെ മനസ്സിലാക്കില്ല. പക്ഷേ എല്ലാവരും നിങ്ങളുടെ തെറ്റിനെ കണ്ടെത്തും. വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വലുതായി തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ഇന്ന് കാര്യമായി ഒന്നും ചെയ്യുന്നില്ല എന്നാണർത്ഥം. മനുഷ്യന്റെ തലച്ചോറ് രാത്രിയിൽ കൂടുതൽ സജീവമാകും. അതുകൊണ്ടാണ് രാത്രിയിൽ കൂടുതൽ ചിന്തകൾ നിങ്ങളെ അലട്ടുന്നത്. ജീവിതം എന്നത് എല്ലായ്പ്പോഴും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും എന്നതല്ല, മറിച്ച് ജീവിത യാഥാർത്ഥ്യങ്ങളെ അനുഭവിക്കുക എന്നതാണ്. ജീവിതം ചിലപ്പോൾ അങ്ങനെയാണ്. നാം സ്വപ്നം കണ്ടതും ആഗ്രഹിച്ചതും നമ്മളെ തേടി വരണമെന്നില്ല. എന്നാൽ നമ്മൾ ആഗ്രഹിക്കാത്ത പലതും നമ്മളെ തേടി വരും. ചിലത് നമ്മൾക്ക് സന്തോഷം നൽകും, ചിലത് നമ്മൾക്ക് ദുഃഖവും നൽകും. വേദനകൾ മാത്രം നൽകുന്ന ബന്ധങ്ങളേക്കാൾ നല്ലത് ആരുമായും ഒരു ബന്ധവും ഇല്ലാതെ തനിയെ ജീവിക്കുന്നതാണ്. ജീവിതം എത്ര ആർഭാടങ്ങൾ കൊണ്ട് സുന്ദരമാക്കിയാലും സ്വഭാവം നന്നാകാതെ അതിനൊരു വിലയും ഉണ്ടാകില്ല. ഇന്ന് ഒരു പരിക്കേൽക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ എന്ത് രാസപ്രക്രിയ ആണോ നടക്കുന്നത്, അത് തന്നെയാണ് അവഗണിക്കപ്പെട്ടു എന്ന് തോന്നുമ്പോഴും സംഭവിക്കുന്നത്. ആത്മാർത്ഥ സ്നേഹവും ആഴത്തിലുള്ള വിശ്വാസവും ആരിലും അമിതമായി അർപ്പിക്കരുത്. കാരണം മനുഷ്യൻ മാറും, ഒപ്പം അവരുടെ മനസ്സും.
ഭാവിയെ ഒരുപക്ഷേ നിങ്ങൾക്ക് തിരുത്തിയെഴുതാനായെന്നു വരില്ല. എന്നാൽ നിങ്ങളുടെ ശീലങ്ങളെ തിരുത്താം, അതിലൂടെ ഭാവിയെയും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.